ഹായ് കൂട്ടുകാരെ, ഇന്ന് ഇങ്ങനെ ഒരു റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, അതുപോലെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഇത് നമുക്ക് 4-5 മണിക്കൂർ മാവ് കുഴച്ച് വെച്ച ഉടനെ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഹായ് കൂട്ടുകാരെ, സെലിൻ ബ്ലോസിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്നാക്സ് നോക്കാം. അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉപയോഗിക്കുക. അതിനായിട്ട് ഇവിടെ 1 ഗ്ലാസ് റവയാണ് എടുത്തിരിക്കുന്നത്. ഇതിനെ ഒന്ന് വറുത്തെടുക്കാം. ഇതിന് വേണ്ടി ഇനി ഒരു 1.25 ഗ്ലാസ് തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോഴും 1 ഗ്ലാസ് റവയ്ക്ക് 1.25 ഗ്ലാസ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതിനെ മിക്സിയുടെ ജാറിൽ വെച്ച് ഒരുപാട് ഫൈനായിട്ട് അരയ്ക്കാൻ പാടില്ല, അല്ലാതെ തരിതരിപ്പോടെ അരച്ചെടുക്കണം. ഈ തേങ്ങയെ റവ മാവിലേക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ 1 ഗ്ലാസ് തേങ്ങാ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഇനി ഒരു 4 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിന് ശേഷം അതിനെ നല്ലതുപോലെ ഒന്ന് അലിയിച്ചെടുക്കണം. ഇതിലേക്ക് ഇനി 1 ഗ്ലാസ് വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കുക. ഇത് പുട്ടിൻ്റെ അരിപ്പൊടിയാണ്. അതുകൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 1 ടേബിൾ സ്പൂൺ ഗോതമ്പ് മാവ് കൂടി ഇട്ട് കൊടുക്കുക. ഇനി നേരത്തെ കലക്കി വെച്ച ആ തേങ്ങാ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് മാവൊന്ന് കലക്കിയെടുക്കണം. അതേപോലെ ഒരു 1 ടീസ്പൂൺ സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം. സോഡാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് കലക്കിയെടുക്കാം. മാവ് ഇവിടെ കലക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴിപ്പം കുറച്ച് ടൈറ്റിലാണ് ഇരിക്കുന്നത്. പിന്നെ
ഞാൻ ഒരു 5 മണിക്കൂറോളം ഒന്ന് സോക്ക് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഓവർനൈറ്റ് വെച്ചിരിക്കുന്നത് നന്നായിരിക്കും. അതേപോലെ കുറച്ചുകൂടെ അതിനെ ഒന്ന് ലൂസാക്കി എടുക്കണം. അപ്പോൾ ഇഡ്ഡലിയുടെ പരുവമാണ് മാവിന് കറക്റ്റായിട്ടുള്ളത്. അപ്പോൾ ആ പരുവത്തിന് എടുക്കണം. ഒരുപാട് ടൈറ്റായി പോകാനും പാടില്ല, ഒരുപാട് ലൂസായി പോകാനും പാടില്ല. ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇവിടെ ഒരു ഇഡ്ഡലിക്കുട്ടത്തിൻ്റെ തട്ടിൽ കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതുപോലത്തെ ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഓയിൽ തേച്ചെടുക്കണം. അതുപോലെ തന്നെ ഒരു ഇലയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമാണെങ്കിൽ ഇല വെച്ച് കൊടുത്താൽ മതി, ഇല വെച്ച് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിലേക്ക് ഇലയിലും കുറച്ച് ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാവ് കോരി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒരുപാട് അങ്ങ് നിറയെ ഒഴിച്ചു കൊടുക്കണ്ട, ഒരു 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനെ ഒന്ന് അടച്ചു കൊടുക്കുക. ഇവിടെ ഇതിപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ താല്പര്യമാണെങ്കിൽ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക. എനിക്കൊരു സപ്പോർട്ടാവും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും